ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിന്ന് എന്താ പറയുക, പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പുട്ട് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ അതിനൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, കുറച്ച് ഇലയൊക്കെ ആവശ്യമായി വന്ന അന്നേരം ഇലയിലാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇല എടുത്ത് കഴുകി എടുത്തിട്ട് ഞാനതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാട്ടിയെടുക്കുന്നത് വെച്ചാൽ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വാട്ടിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നിൽക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 5-6 ഇല അങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ഈർക്കിലും കൂടി വേണം. ഇപ്പോൾ പച്ച ഈർക്കിലാണെങ്കിൽ പച്ച ഈർക്കിലെടുക്കാം. ഞാൻ എന്താ പറയുക, ഉണങ്ങിയ ഈർക്കിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയുണ്ട്. തേങ്ങ സാധാരണ പുട്ടാക്കുമ്പം തന്നെ വേണം. അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ അങ്ങനെ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇല എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ എടുത്ത് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കെന്ന് വെച്ചാൽ ഒന്ന് റൗണ്ടിൽ നമ്മൾ എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ. അപ്പോൾ നമ്മളൊരു പുട്ടിൻ്റെ ആകൃതി റൗണ്ട് അതുപോലെ ഒന്ന് വളച്ച് ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് അതിനത് ഇതുപോലെ അങ്ങ് ഈർക്കിലും ഒന്ന് കുത്തി കൊടുക്കും. അപ്പോൾ ഇത് ഒരുപാട് വലുതാണ്. അപ്പോൾ 2 കഷ്ണം പുട്ടൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ചെറിയ 2 കഷ്ണമാണെങ്കിൽ ഇത്രയും വെക്കാം. അപ്പോൾ ഞാൻ സാധാരണ ചെറിയൊരു കഷ്ണം പുട്ടാണ് ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ അപ്പോൾ നമുക്ക് ഇതിന് ഇത്രയും എന്താ പറയുക നീളമൊക്കെ വേണ്ട. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാനത് മൊത്തത്തിൽ അങ്ങ് ഈർക്കിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതൊന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര കഷ്ണം എന്ന് വെച്ചാൽ ഒരു ചെറിയ സാധാരണ ഒരു പുട്ട് ചെറുത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 കഷ്ണം പുട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് വലുത് തന്നെ മതി. അപ്പോൾ ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പം അപ്പച്ചമ്പാണ് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുട്ടും കുറ്റിയിലൊന്നല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഇതുപോലെ അങ്ങ് നമ്മൾ ഇല ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓട്ടേൻ്റെ സൈഡായിട്ട് വെച്ച് കൊടുക്കുക. ഓട്ടയിലെ കൂടെ നമ്മൾ വീണൊന്നും പോവില്ല, എന്നാലും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കറക്റ്റ് അളവാണ് എന്ന് വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കുമ്പം ഒരുപാട് വലിയതായിട്ട് വരുമൊന്നുമില്ല. അപ്പോൾ കുറച്ച് വലിയതൊക്കെ ആണെങ്കിൽ 2 കഷ്ണം സാധാരണ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ മൊത്തം ഞാൻ അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മൊത്തത്തിലൊന്ന് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒന്നിലൊന്നിലായിട്ടല്ല. അപ്പോൾ എല്ലാ ഇലേൻ്റെ അകത്തേക്കും നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ എന്താ പറയുക, മൊത്തത്തിൽ അങ്ങ് തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നിലായി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നിൽ തേങ്ങ ഇട്ടു, അതുപോലെ പുട്ടുപൊടി ഇട്ടു, പിന്നെ തേങ്ങ ഇട്ടു. അതിനേക്കാളും നല്ലതാണ് നമ്മൾ ആ ഇലയിൽ മൊത്തത്തിൽ ഒന്ന് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പുട്ടുപൊടി നിറക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഈ ഇലയൊക്കെ എന്താ പറയുക, ഒന്ന് വളഞ്ഞിട്ടുണ്ടാവും. അതായത് ആ റൗണ്ട് പുട്ടുപൊടിയൊക്കെ പുട്ട് നമ്മൾ പുട്ടും കുറ്റിയിൽ ഉണ്ടാക്കുന്ന ആ റൗണ്ട് തന്നെ കിട്ടൂല. അപ്പോൾ നമ്മൾ ഈ പുട്ടുപൊടി ഇതുപോലെ ഇടുന്ന നേരത്ത് നമുക്ക് എന്താ പറയുക, കൈ വെച്ചിട്ട് ആ ഇല ഒന്ന് റൗണ്ടിൽ പിടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സാധാരണ റൗണ്ട് തന്നെ കിട്ടും. അല്ലാതെ ആകുമ്പം നമ്മളിപ്പോൾ ഇട്ട സമയത്ത് ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് മടങ്ങിയിട്ടുണ്ട്, ഒരു വളവ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മളെ പുട്ടുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ റൗണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിലും ഇതുപോലെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പുട്ടുപൊടി ഇടുന്ന നേരത്ത് നമ്മൾ സാധാരണ ഇപ്പം ഒരേ ലെവലാണെങ്കിൽ നമ്മൾ ഒരു 2 തവണ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ അങ്ങ് ആ പുട്ടുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേലെ കൂടി ഒന്ന് തേങ്ങ വേണമല്ലോ. അപ്പോൾ അതുപോലെ തേങ്ങ ഇട്ടിട്ട് നമ്മൾ അതൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആ ഇട്ട സ്ഥലത്ത് മാത്രമേ ഉണ്ടാവും തേങ്ങ. അപ്പോൾ അതൊന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി വെക്കുക. അപ്പോൾ എന്താ പറയുക, നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ വെള്ളവും നല്ല തിളച്ച് വന്നു. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കണം. നമുക്ക് കൂടുതൽ നേരമൊന്നും വേവിക്കണ്ട. നമ്മൾ സാധാരണ ഒരു 5-10 മിനിറ്റ് മൂടി വെച്ചാൽ മതി. നമ്മൾ സാധാ പുട്ടും കുറ്റിയിൽ ഒരു കുറ്റിയൊക്കെ ആക്കുമ്പോൾ 5 മിനിറ്റ് അല്ലേ വേവിക്കല്ലോ. അപ്പോൾ അതുപോലെ ഇതൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുട്ടൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ആ ഇലേൻ്റെ മണവും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ സാധാ പുട്ടാകുമ്പം നമുക്ക് ആ ഇലേൻ്റെ ഒരു മണമൊന്നും കിട്ടില്ല. ഇതിലാവുമ്പോൾ ആ ഇലേൻ്റെ മണം കൂടി ഉണ്ട്. നന്നായിട്ടുണ്ട്, നല്ല വേവാണ്. കുറച്ച് സമയം കൊണ്ട് നമ്മളില്ലെങ്കിൽ എന്താ പറയുക, പുട്ടും കുറ്റിയിലാവുമ്പോൾ നമ്മൾ എടുത്ത് അങ്ങോട്ട് മാറ്റി ഇത് 2-3 തവണയെല്ലാം ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇതാവുമ്പം
ഒറ്റ തവണ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നാ പറയുക, ഇപ്പം പുട്ടിന് എന്നാ പറയുക ഇലേൻ്റെ ഒരു വളവ്, ആ ഒരു വളവുണ്ട്. അപ്പോൾ ഒരു സൈഡ് നല്ല റൗണ്ടാണ്, അപ്പോൾ ഒരു സൈഡ് കാണുന്നുണ്ടല്ലോ, അത് മനസ്സിലാവുമല്ലോ, അതാ ഇതുപോലെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നാ പറയുക. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുട്ടും സാമ്പാറാവുമ്പം പുട്ടും കടലക്കറിയും അതൊക്കെ നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ ഇത് ഇപ്പം പുട്ടും കടലക്കറിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബായ്.